ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന രണ്ട് തട്ടുകൾ രൂപം കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തട്ടുകൾ തമ്മിലുള്ള അകലം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് കാരണം ഈ രണ്ട് തട്ടുകളിലുമുള്ള ഉള്ളായ്മയും ഇല്ലായ്മയും തന്നെയാണ്. ഉള്ളവന് ധാരാളം ഉള്ളായ്മകളുണ്ട്. അതുതന്നെയാണ് അവൻ്റെ പ്രശ്നവും. പ്രശ്നമെന്ന് പറയുമ്പോൾ അത് മധുരമുള്ളൊരു പ്രശ്നമാണ്. കാരണം അവൻ്റെ കയ്യിൽ ആവശ്യം കഴിഞ്ഞ് സമൃദ്ധമായിരിക്കുന്ന ഈ ഉള്ളായ്മയെ എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആ മധുരമുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് അവൻ 24 മണിക്കൂറും തല പുകയ്ക്കുന്നത്. അവൻ അതിനുവേണ്ടി പുതിയ സാമ്പത്തിക മാർഗങ്ങൾ, പദ്ധതികൾ ഒക്കെ ആവിഷ്കരിക്കുന്നു. ആകർഷണ സിദ്ധാന്തമനുസരിച്ച് ഒരു വ്യക്തി എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളവന് ഉള്ളായ്മ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവൻ ഉള്ളായ്മയുടെ പടവുകൾ കയറി അതിൻ്റെ ഗിരിശൃംഗത്തിൽ എത്തിച്ചേരുന്നു. ഇനി ഇല്ലാത്തവൻ്റെ കാര്യമോ? ഇല്ലാത്തവനെ കുറിച്ചെടുത്ത് പറയുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ സമൃദ്ധമായിട്ടുള്ളത് ഇല്ലായ്മയാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നവും ഇത് തന്നെയാണ്, ആവശ്യത്തിലധികമുള്ള ഇല്ലായ്മ. ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് കയ്പുള്ള ഒരു പ്രശ്നമാണ്, അത്ര സുഖകരമായ ഒരു പ്രശ്നമല്ല. അപ്പോൾ അവൻ 24 മണിക്കൂറും തല പുകയ്ക്കുന്നത് അവൻ്റെ കയ്യിൽ സമൃദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അവന് ആവശ്യമില്ലാത്ത ഈ ഇല്ലായ്മ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, അതിനെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ആകർഷണ സിദ്ധാന്തമനുസരിച്ച് ഒരാൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു. ഇല്ലായ്മയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇല്ലാത്തവൻ ഒരുപാട് മാർഗങ്ങൾ അന്വേഷിക്കുന്നു, കണ്ടുപിടിക്കുന്നു, അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ആകർഷണ സിദ്ധാന്തമനുസരിച്ച് അവൻ 24 മണിക്കൂറും തല പുകയ്ക്കുന്നത് ഇല്ലായ്മയെക്കുറിച്ചായതുകൊണ്ട് അവന് ഇല്ലായ്മ സമൃദ്ധമായിട്ട് പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇല്ലായ്മയിൽ അവൻ വർദ്ധിച്ചു വരുന്നു. ഇല്ലായ്മയുടെ പടവുകൾ അവൻ ചവിട്ടിക്കയറുന്നു. അവൻ ഇല്ലായ്മയുടെ ഗിരിശൃംഗത്തിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.